ഹായ് എവരിവൺ, വെൽക്കം ടു ദിസ് ചാനൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ക്യാൻസർ അല്ല എന്ന സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും വന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ മുൻപും പല സെലിബ്രിറ്റികൾക്കും ഈ അവസ്ഥ വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം. മാത്രമല്ല സാധാരണക്കാർക്കും ഈ രോഗാവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും ക്യാൻസറിനെ അല്പം ഭയത്തോടെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. പക്ഷെ അത്രയ്ക്ക് ഭയപ്പെടേണ്ടതുണ്ടോ ക്യാൻസറിനെ എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ ഒരു രോഗം എന്നതിലുപരി മനുഷ്യ ശരീരത്തിന്റെ ഒരു ശാരീരിക അവസ്ഥ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പ്രായമേറുന്തോറും ആർക്കും ഉണ്ടാകാവുന്ന ഒരു ശാരീരികാവസ്ഥ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമായ കോശവിഭജനം തന്നെയാണ് ക്യാൻസറിനും കാരണം. എങ്ങനെയാണെന്നല്ലേ? ക്യാൻസറിന്റെ ഡെഫിനിഷൻ തന്നെ നോക്കുക. അനിയന്ത്രിതമായ കോശവിഭജനം ആണ് ക്യാൻസർ. ജീവന്റെ നിലനിൽപ്പ് തന്നെ കോശവിഭജനം എന്ന് പറഞ്ഞല്ലോ. ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ ഈ കോശവിഭജനം നടക്കുന്നുണ്ട്. അതുതന്നെയാണ് ജീവന്റെ അടിസ്ഥാനം. ഈ പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഒരു തകരാറ് അനിയന്ത്രിതമായ കോശവിഭജനത്തിന് കാരണമാകുന്നു എന്നതാണ് ക്യാൻസർ എന്ന രോഗാവസ്ഥ. ഈ തകരാറ് സംഭവിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല. 60% ക്യാൻസർ രോഗങ്ങളും വരുന്നതിന് പ്രത്യേകിച്ച് കാരണമില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മറ്റു കാരണങ്ങൾ പാരമ്പര്യം, ജീവിതശൈലി, ഭക്ഷണശീലം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയാണ്. ക്യാൻസറിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ വരാം എന്നുദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ കോശവിഭജനത്തിന് സംഭവിക്കുന്ന തകരാറ് കാരണമാണ്. പ്രായമേറുന്തോറും ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ക്യാൻസർ കേസുകളിൽ ഏറിയ പങ്കും വാർദ്ധക്യം ബാധിച്ചവരിലായിരിക്കുന്നത്. നമ്മുടെ ശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണല്ലോ. അതിൽ ഓരോന്നിനും ഓരോ പ്രത്യേക ജോലിയുണ്ട്. സാധാരണയായി കോശങ്ങൾ വളരുകയും വിഭജിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ഒരു നിയന്ത്രിത രീതിയിലാണ്. എന്നാൽ ചിലപ്പോൾ കോശ വളർച്ചയെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ മ്യൂട്ടേഷനുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മ്യൂട്ടേഷൻ സംഭവിച്ച കോശങ്ങൾക്ക് വേഗത്തിൽ വിഭജിക്കാൻ തുടങ്ങാനും ട്യൂമർ എന്നറിയപ്പെടുന്ന ഒരു ടിഷ്യൂ പിണ്ഡം രൂപപ്പെടാനും കഴിയും. പക്ഷെ ഇത്തരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്നില്ല. മാരകമായ എല്ലാ മുഴകളും ക്യാൻസർ അല്ല. കാരണം അവ പ്രാദേശികമായി വളർന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നില്ല. മറിച്ച് ചില മാരകമായ മുഴകൾ ക്യാൻസറായി മാറുന്നു. അവയ്ക്ക് അടുത്തുള്ള കലകളെ ആക്രമിച്ച് രക്തപ്രവാഹത്തിലൂടെയോ ലിംഫറ്റിക് സിസ്റ്റത്തിലൂടെയോ വിദൂര അവയവങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിയും. പലതരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളും സ്വഭാവങ്ങളും ഉണ്ട്. സാധാരണയായി ക്യാൻസർ ഉത്ഭവിക്കുന്ന അവയവം അല്ലെങ്കിൽ കലകൾ അനുസരിച്ച് അവയെ തരംതിരിക്കുന്നു. ഉദാഹരണത്തിന് ശ്വാസകോശ അർബുദം ശ്വാസകോശത്തിൽ ആണ് ആരംഭിക്കുന്നത്. സ്തനാർബുദം സ്തനങ്ങളിലും. ഈ മ്യൂട്ടേഷനുകൾക്ക് കാരണം എന്താണ്? പല ഘടകങ്ങൾ ചേർന്ന് ഈ മ്യൂട്ടേഷൻ കാരണമാകാം. നേരത്തെ പറഞ്ഞതുപോലെ പുകവലി, അനാരോഗ്യകരമായ ഭക്ഷണക്രമം, അമിതമായ മദ്യപാനം, അൾട്രാവയലറ്റ് വികിരണത്തിന് വിധേയമാക്കൽ തുടങ്ങിയ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. മറ്റു ചിലത് ജനിതക മുൻതൂക്കം, ചില രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം, വാർദ്ധക്യം എന്നിവയാണ്. ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് നേരത്തെയുള്ള കണ്ടെത്തലിനും ചികിത്സയ്ക്കും നിർണായകമാണ്. ക്യാൻസറിന്റെ തരം അനുസരിച്ച് ഈ ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടുമെങ്കിലും ചില ലക്ഷണങ്ങൾ സാധാരണ മിക്കവാറും എല്ലാ തരം ക്യാൻസറുകളിലും കാണാൻ കഴിയും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് ഭാരം കുറയൽ, ക്ഷീണം, മലവിസർജനത്തിലോ മൂത്രസഞ്ചിയിലോ ഉള്ള മാറ്റങ്ങൾ, തുടർച്ചയായ ചുമ അല്ലെങ്കിൽ പരുക്കൻ സ്വഭാവം, അസാധാരണമായ മുഴകളോ ചർമ്മത്തിലെ മാറ്റങ്ങളോ ഒക്കെയാണ് അവ. ഭാഗ്യവശാൽ ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണത്തിലെ പുരോഗതി ക്യാൻസർ രോഗനിർണയത്തിലും ചികിത്സയിലും ഗണ്യമായ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ബയോപ്സികൾ, ഇമേജിംഗ് സ്കാനുകൾ, രക്തപരിശോധനകൾ തുടങ്ങിയ ആധുനിക രോഗനിർണയ ഉപകരണങ്ങളും മറ്റും ക്യാൻസറിനെ തിരിച്ചറിയാനും അതിന്റെ വ്യാപ്തി നിർണ്ണയിക്കാനും തുടർന്ന് കൃത്യമായ ചികിത്സ അവലംബിക്കാനും സഹായിക്കുന്നുണ്ട്. ശസ്ത്രക്രിയ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഹോർമോൺ തെറാപ്പി എന്നിവയാണ് ചികിത്സാ ഓപ്ഷനുകൾ. ചികിത്സ എങ്ങനെ വേണമെന്നത്, ഏതുതരം ക്യാൻസർ ആണ്, അതിന്റെ സ്റ്റേജ് എന്താണ്, ട്യൂമറിന്റെ സ്ഥാനം ഏതാണ്, രോഗിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം തുടങ്ങിയവയെ ആശ്രയിച്ചിരിക്കുന്നു. ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിൽ മുൻകൂട്ടിയുള്ള പ്രതിരോധം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക, പുകയിലയും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിക്കുക, അമിതമായ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക, കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തുക, പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച് കാലികമായി അറിയുക എന്നിവ ക്യാൻസറിനെ ചെറുക്കാൻ ഫലപ്രദമായ മാർഗങ്ങളാണ്. ക്യാൻസർ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ രോഗമാണ്. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ, നേരത്തെയുള്ള കണ്ടെത്തൽ, ഫലപ്രദമായ ചികിത്സകൾ എന്നിവയിലൂടെ ക്യാൻസർ രോഗനിർണയങ്ങൾ കുറയുകയും കൂടുതൽ ക്യാൻസർ അതിജീവിച്ചവർ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ശുഭപ്രതീക്ഷയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.